നമസ്കാരം. അതിശക്തമായ കാറ്റിന് സാധ്യത. 50 കിലോഗ്രാമിൽ താഴെ ഭാരമുള്ളവർ പറന്നുപോയേക്കാം. ജാഗ്രത. വിശദമായ വാർത്തയിലേക്ക് കടക്കും മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക. നേരെ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കിടക്കുകയാണ്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 12/4/2025 പത്തനംതിട്ട, ഇടുക്കി, തൃശ്ശൂർ, മലപ്പുറം എന്നീ ജില്ലകളിലാണ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിൽ കിടക്കുകയാണെങ്കിൽ ഇടിമിന്നൽ ദുരന്തത്തിൽ നടുങ്ങി ബീഹാർ. 3 ദിവസം കൊണ്ട് 80 മരണം. ശക്തമായ ഇടിമിന്നലിൽ ബീഹാറിൽ 80 പേർ ജീവൻ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ മാത്രം 66 പേരാണ് മരിച്ചത്. അതോടൊപ്പം തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിൽ കിടക്കുകയാണെങ്കിൽ ചൈനയിൽ അതിശക്തമായ കാറ്റിന് സാധ്യത. 50 കിലോഗ്രാമിൽ താഴെ ഭാരമുള്ളവർ പറന്നുപോയേക്കും. ജാഗ്രത. വടക്കൻ ചൈനയിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയെന്ന മുന്നറിയിപ്പ്. ഏപ്രിൽ 11 മുതൽ 13 വരെ മണിക്കൂറിൽ 150 കിലോമീറ്റർ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിന് സാധ്യത മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്. മംഗോളിയയിൽ നിന്ന് ഒരു തണുത്ത ചുഴലിക്കാറ്റ് തെക്കുകിഴക്കോട്ട് നീങ്ങുന്നതിൻ്റെ ഭാഗമായത്. ശനിയാഴ്ച ഏറ്റവും ശക്തമായ കാറ്റ് അടിക്കുമ്പോൾ ബീജിംഗിലെ താപനില 13 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ദ ട്രൂത്ത് ന്യൂസ്.